ഹലോ, നമ്മൾക്ക് ഇന്ന് എന്ത് ചെയ്യാം? VPC, അതായത് വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡ്, AWSലെ മറ്റൊരു സർവീസ് നമുക്ക് ഇന്ന് നോക്കാം. AWS കൺസോൾ ആണ് VPC. ഓക്കെ, VPC മീൻസ് വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡ്. ഞാൻ EC2 മറ്റൊരു ടാബിൽ ഞാൻ ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് VPCയുടെ ഡാഷ്ബോർഡ്. നമ്മൾ EC2ൻ്റെ ഡാഷ്ബോർഡൊക്കെ നമ്മൾ കണ്ടായിരുന്നില്ല, അതുപോലെ VPCയുടെ ഡാഷ്ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ VPCയിൽ നമ്മൾക്ക് ഒരുപാട് കോമ്പോണൻസുകൾ, അതായത് VPCയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നാറ്റ് ഗേറ്റ് വേ, ഇൻ്റർനെറ്റ് ഗേറ്റ് വേ, റൗട്ട് ടേബിൾസ്, അതുപോലെ എന്താ പറയുക NACL, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം എന്താ പറയുക ഒരു ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഈ ഒരു ഡാഷ്ബോർഡിൽ കാണുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം, നമ്മളിത് ഓൾറെഡി ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതായത് VPC, ഞാൻ യൂസ് ചെയ്യുന്ന VPC, എത്ര VPC ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതിലെത്ര സബ്നെറ്റ്സ് ഉണ്ട്, റൗട്ട് ടേബിൾസ് ഞാൻ എത്രണ്ണം യൂസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഞാനോ നിങ്ങളോ നമ്മൾ ആരും ഒരു AWS അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ബൈ ഡിഫോൾട്ടായിട്ട് എന്തുണ്ടായിരിക്കും, ഒരു VPC ഉണ്ടായിരിക്കും. അതുപോലെ ആ VPCക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കമ്പോണൻസുകൾ അതിലുണ്ടായിരിക്കും. ഇപ്പോൾ അവിടെ 3 സബ്നെറ്റ്സ് കാണാം അല്ലേ, 3 സബ്നെറ്റ് ഉണ്ട്, ഒരു റൗട്ട് ടേബിൾ ഉണ്ട്, ഒരു ഇൻ്റർനെറ്റ് ഗേറ്റ് വേ ഉണ്ട്. ഓക്കെ, റണ്ണിങ് ഇൻസ്റ്റൻസ് 2. ഓക്കെ, നെറ്റ്വർക്ക് ACL എന്തുണ്ട്, ഒരെണ്ണം ഉണ്ട്. അതുപോലെ സെക്യൂരിറ്റി ഗ്രൂപ്പ് 2 ഉണ്ട്. സെക്യൂരിറ്റി ഗ്രൂപ്പൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. അതുപോട്ടെ, നമുക്ക് എന്ത് ചെയ്യാം, VPC, സബ്നെറ്റ്, റൗട്ട് ടേബിൾ, ഇൻ്റർനെറ്റ് ഗേറ്റ് വേ, ഇത്രയും കാര്യങ്ങൾ ഒരെണ്ണം ഉണ്ട്. അതുപോലെ സബ്നെറ്റ് 3 എണ്ണം ഉണ്ട്, VPC ഒരെണ്ണം. ഇതൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല, ഇതെല്ലാം ബൈ ഡിഫോൾട്ട് നമ്മൾ എന്താ പറയുക ഒരു AWS അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, സൈനപ്പ് ചെയ്യുമ്പോൾ അതിൽ ബൈ ഡിഫോൾട്ട് നമ്മൾക്ക് AWS തരുന്ന സാധനങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു, ഞാനിപ്പോൾ ഒരു EC2 ഇൻസ്റ്റൻസ് സ്പിന്നപ്പ് ചെയ്യുമ്പോൾ ആ EC2 ഇൻസ്റ്റൻസ് എവിടെയാണ് പോയിട്ട് ലോഞ്ച് ആവുന്നത്, ഒരു VPCക്ക് അകത്താണ് അല്ലേ. നമ്മൾ ആ നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി എന്നുള്ള ആ ഒരു നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ എന്നുള്ള ആ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ VPC നമ്മൾ പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ അതിലൊന്നും പുതിയ ചേഞ്ചസോ മോഡിഫിക്കേഷൻസോ ഒന്നും ചെയ്യാൻ പോയിട്ടില്ലായിരുന്നു. റൈറ്റ്, ഓർമ്മയുണ്ടോ ആ ഒരു കാര്യം? അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ നമ്മളുടേതായിട്ടുള്ള കസ്റ്റം ആയിട്ടുള്ള ഒരു VPC ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഒരു VPC എന്താണ് സംഭവം, VPCയിൽ സബ്നെറ്റ് എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ എന്തുണ്ട്, 2 EC2 മെഷീൻസ് അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. ഓക്കെ, 2 EC2 മെഷീൻസ് എന്തുണ്ട്, റണ്ണിങ് ആണ്. അപ്പോൾ ഇത്തരം കമ്പ്യൂട്ട് മെഷീൻസ്, അത് EC2 ആയാലും കമ്പ്യൂട്ട് മെഷീൻസൊക്കെ നമ്മൾ കമ്പ്യൂട്ട് സർവീസസ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു AWSലെ. EC2 ആയാലും അതല്ല ഇനി ഒരു ക്യൂബർനെറ്റ്സ് ആയാലും വേറെ എന്തെങ്കിലും ലാംഡ അല്ലാണ്ട് അതുപോലത്തെ ഏത് കമ്പ്യൂട്ട് സർവീസസ് ആയാലും ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ഏതിൻ്റെ അകത്താണ്, ഒരു VPCക്ക് അകത്താണ്. ഓക്കെ, നമ്മൾ ഇത്തരം സർവീസസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്ത് പറഞ്ഞു കൊടുക്കണം, ഒരു VPC മസ്റ്റായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടിയിരിക്കും. ഇപ്പോൾ നമ്മൾ ഒരു EC2 നമ്മൾ സ്പിന്നപ്പ് ചെയ്യുമ്പോൾ നമ്മളോട് എന്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ VPC ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ആ നെറ്റ്വർക്ക് കോൺഫിഗറേഷനിൽ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ അവിടെ മോഡിഫിക്കേഷൻസോ നമ്മൾ പുതിയതായിട്ട് ഒരു VPC ഒന്നും പറഞ്ഞു കൊടുക്കാൻ പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഈ കാണുന്ന EC2 മെഷീൻസ്, ഈ 2 EC2 മെഷീൻസും ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത് നമ്മളുടെ എന്താ പറയുക ഡിഫോൾട്ട് VPCക്ക് അകത്തായിരിക്കും. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഈ ഒരു EC2 ഇൻസ്റ്റൻസ് എടുക്കുകയാണ്. ആ EC2 ഇൻസ്റ്റൻസിൻ്റെ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ VPC ID കാണാം. ഓക്കെ, അതായത് ഏത് VPCയിലാണോ ഈ ഇൻസ്റ്റൻസ് ഇരിക്കുന്നത് ആ VPCയുടെ ID ആണ് ഇവിടെ ഉള്ളത്. ഈ VPCയുടെ ID എത്ര എൻഡ് ആവുന്നത്, 968 അല്ലേ. ഈ ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾക്കൊരു VPC ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തു. ഇതാണ് എന്ത്, ബൈ ഡിഫോൾട്ടായിട്ട് AWS നമ്മൾക്ക് തരുന്ന VPC, വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ID എത്രയാണ്, 968ലാണ് എൻഡ് ആവുന്നത് അല്ലേ. ഈ VPC ID-യും നമ്മളുടെ ഈ ഇൻസ്റ്റൻസ് ഇരിക്കുന്ന VPC ID-യും എന്താണ്, സെയിം ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ്
ആ ഒരു പ്രൂഫ് കാണിച്ചു തന്നുള്ളൂ. അതായത് നമ്മൾ മാനുവലി അതല്ല എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ പുതിയ ഒരു VPC ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന EC2 മെഷീൻസും കാര്യങ്ങളും ഒക്കെ ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള VPCക്ക് അകത്തായിരിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ VPC എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും AWS ഒക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ചുമ്മാ ചാടി കയറിയിട്ടല്ല നമ്മൾ ക്ലൗഡിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ക്ലൗഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ എന്തുണ്ട്, ഓൺ പ്രം ആയിട്ടുള്ള ഫിസിക്കൽ മെഷീൻസ് ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, പ്രൈവറ്റ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ക്ലൗഡുകൾ ഉണ്ടായിരിക്കും. അതല്ല നമ്മളുടെ കമ്പനിയുടെ എന്താ പറയുക, ഇപ്പോൾ ഞാനൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആ കമ്പനിക്ക് അവരുടേതായിട്ടുള്ള ഡാറ്റാ സെൻറ്ററും കാര്യങ്ങളും അവരുടേതായിട്ടുള്ള സെർവറുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാം. ബട്ട് നമ്മൾ എന്തിനാണ് ക്ലൗഡ് ചൂസ് ചെയ്യുന്നത്? അപ്പോൾ ഈ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ക്ലൗഡ് ഫസ്റ്റ് നമുക്ക് എന്ത് പറയാം, ഓൺ ഡിമാൻഡ് ആയിട്ട് നമുക്ക് സാധനങ്ങൾ കിട്ടും അല്ലേ. ഓൺ ഡിമാൻഡ് ആയിട്ട്, അതായത് എനിക്കിപ്പോൾ ഒരു സാധനം വേണം, എനിക്കിപ്പോൾ ഒരു മെഷീൻ വേണം, സെർവർ വേണം, അതല്ല എനിക്ക് എന്തെങ്കിലും ഒരു എൻ്റെ ആപ്ലിക്കേഷന് എൻ്റെ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സർവീസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഓൺ ഡിമാൻഡ് ആയിട്ട് അത് അവൈലബിളാണ്. നെക്സ്റ്റ് എന്തായിരിക്കും, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമുക്ക് എന്ത് പറയാം, അവൈലബിലിറ്റി അല്ലേ. അവൈലബിലിറ്റി അതായത് ഒരു ഓൺ പ്രം ഒരു ഫിസിക്കൽ സെർവറിൽ നമ്മളുടെ ഒരു ആപ്ലിക്കേഷൻ ഡിപ്ലോയ് ചെയ്തതിനേക്കാളും കൂടുതൽ നല്ല രീതിയിൽ ക്ലൗഡ് എന്തോ ഓഫർ ചെയ്യുന്നുണ്ട്, അവൈലബിലിറ്റി. അതായത് നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കുന്ന സെർവർ ഒരിക്കലും എന്താ പറയുക ക്രാഷ് ആയി പോകത്തില്ല, ഡൗൺ ആയി പോകത്തില്ല എന്നുള്ള ഒരു അവൈലബിലിറ്റി അവർ പറയുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു അവൈലബിലിറ്റിയും കൂടി നോക്കിയിട്ടാണ് നമ്മൾ ക്ലൗഡൊക്കെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് പറയാം, പ്രൈസിങ് അല്ലേ. അതായത് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് അതിനുള്ള പ്രൈസ് AWS നമ്മളെടുത്ത് നിന്ന് വാങ്ങത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം എന്താണ്, സെക്യൂരിറ്റി. ഓക്കെ, നമുക്ക് അവൈലബിലിറ്റിനേക്കാളൊക്കെ കൂടുതൽ നമുക്ക് ആവശ്യമുള്ള സംഭവം എന്താണ്, സെക്യൂരിറ്റി ആണ് അല്ലേ. അതായത് ഇപ്പോൾ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ഡാറ്റാസ് ഉണ്ടായിരിക്കും, പല സംഭവങ്ങളുണ്ടായിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു കോംപ്രമൈസ് ആവുക, നമ്മുടെ ആപ്ലിക്കേഷനിൽ അതിൻ്റെ ബ്രീച്ച് ആവുക, അതല്ല ഏതെങ്കിലും ഒരു ഹാക്കർ അറ്റാക്ക് ചെയ്തു, ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അവിടെ എന്ത് കൊണ്ടുവരണം, നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി കൊണ്ടുവരണം. അപ്പോൾ അതിനുള്ള ഒരുപാട് ഫീച്ചേഴ്സും ഇവിടെ ഉണ്ട്, ഇത്തരം ക്ലൗഡ് സൈഡിലുണ്ട്. ഇപ്പോൾ AWS ഒക്കെ നല്ല രീതിയിൽ എന്തുണ്ട്, പല രീതിയിലും സെക്യൂരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അതിനിപ്പോൾ നമ്മൾ VPCയുടെ കേസിൽ പറയുമ്പോഴായാലും അതല്ല ഒരു EC2 ബേസ്ഡ് ആയാലും സബ്നെറ്റ് ലെവലായാലും ഒക്കെ സെക്യൂരിറ്റി നമ്മൾക്ക് എന്താ പറയുക നല്ല രീതിയിൽ അവിടെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് ഈ ഒരു VPCയുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുന്നത് അവൈലബിലിറ്റിയും സെക്യൂരിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യം ജസ്റ്റ് മൈൻഡിൽ വെക്കുക. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു VPCയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ അവൈലബിലിറ്റി, സെക്യൂരിറ്റി, ഈ ഒരു കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഇനി VPCയിൽ തന്നെ VPC മീൻസ് വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡ്. ഓക്കെ, ശരിക്കും ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റാണ്. നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റാണ്. അത് എന്ത് കൺസെപ്റ്റിൽ, ഒരു വിർച്വൽ കൺസെപ്റ്റാണ്. അതായത് നമ്മൾ ഇത് കാണാനും കാര്യങ്ങളൊന്നും പോകുന്നില്ല, ഒരു വിർച്വൽ കൺസെപ്റ്റാണ്. അപ്പോൾ നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾക്ക് എന്ത് തന്നിട്ടുണ്ട്, AWS ഒരു ഡിഫോൾട്ട് VPC തന്നിട്ടുണ്ട് അല്ലേ. ഒരു ഡിഫോൾട്ട് VPC ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഞാനൊരു EC2 മെഷീൻ ഞാൻ സ്പിന്നപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അത് ഇവിടെ വന്ന് ലോഞ്ച് ആവും, ഈ VPCക്ക് അകത്ത് വന്ന് ലോഞ്ച് ആവും. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഒരു EC2 ഇൻസ്റ്റൻസ് ലോഞ്ച് ചെയ്യുമ്പോൾ അത് ഇവിടെ വരും. ഓക്കെ, ഇങ്ങനെ ഈ VPCക്ക് അകത്തായിരിക്കും ലോഞ്ച് ആവുന്നത്.
ബട്ട് വി പി സിക്ക് അകത്ത് ഇങ്ങനെ ഡയറക്റ്റ് അങ്ങോട്ട് പോയിട്ട് ലോഞ്ച് ആവുന്നതല്ല. ഇതിൻ്റെ അകത്ത് എന്തുണ്ട്, വേറെയും ഒരുപാട് കമ്പോണൻസുകളുണ്ട്. നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സബ്നെറ്റ് എന്ന് പറയാം. സബ്നെറ്റിനകത്താണ് ഇത് പോയിട്ട് ലോഞ്ച് ആവുന്നത്. സബ്നെറ്റ്സ് എന്ന് പറയും നമ്മൾ. വേറെയും സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു EC2 ഇൻസ്റ്റൻസ് നമുക്ക് ലോഞ്ച് ആക്കിയാൽ മാത്രം പോരാ അല്ലേ. നമ്മൾക്ക് എന്ത് വരണം, ഇൻ്റർനെറ്റിൽ നിന്നും, അതായത് ഔട്ടർ വേൾഡിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ EC2 മെഷീനിലോട്ട് ഇൻ്റർനെറ്റ് വരണം അല്ലേ. ഇൻ്റർനെറ്റ് കണക്ഷൻ വരണം. ഇത് ട്രാഫിക് ഇങ്ങോട്ടും വരണം, ഇവിടെ നിന്ന് അങ്ങോട്ടും പോകണം. ഓക്കെ, അതുപോലെ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളൊരു ഡിഫോൾട്ടായിട്ടുള്ള ഒരു VPC, AWS നമുക്ക് തരുന്ന VPC ഡിഫോൾട്ട് VPC ആണല്ലേ. അപ്പോൾ AWSന് ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ നെറ്റ്വർക്ക് ഇൻ്റർനെറ്റിൽ നിന്നും ആക്സസ് ഇങ്ങോട്ടും അങ്ങോട്ടും പോകാനുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ AWS തന്നെ അതിൽ നെറ്റ്വർക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ടാണ് നമ്മൾക്ക് ആ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള വർക്കൊന്നും അവിടെ വരുന്നില്ല. നമ്മളതൊന്നും അറിയണ പോലും ഇല്ല. കാരണം നമ്മൾ എന്ത് ചെയ്യാണ്, ചുമ്മാ ഒരു EC2 മെഷീൻ നമ്മൾ ലോഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, EC2 മെഷീൻ നമ്മൾക്ക് കിട്ടുന്നുണ്ട്, നമ്മൾ അതിലോട്ട് SSH ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ബട്ട് SSH വരുന്ന എന്താ പറയുക, ആ ഒരു ട്രാഫിക് എങ്ങനെ അവിടെ പോസിബിളായി, നമ്മുടെ മെഷീനിലോട്ട് എങ്ങനെ ഇൻ്റർനെറ്റ് കണക്ഷൻ വന്നു, ഇതൊന്നും നമ്മൾ അറിയണില്ല. കാരണം എന്താ, എല്ലാതും AWS ഈ ഡിഫോൾട്ട് VPCയിൽ ഇതിന് വേണ്ട പരിപാടികളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇനി ഡിഫോൾട്ട് VPC യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അതുപോലെ ഡിഫോൾട്ട് VPCയുമായിട്ട് ബന്ധപ്പെട്ട് AWS എന്തൊക്കെ സാധനങ്ങൾ, അതായത് എന്തൊക്കെ കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അത്തരം കമ്പോണൻസ് ഒന്നും നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു കസ്റ്റം VPC ഉണ്ടാക്കുന്നു. ഓക്കെ, നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് നമ്മൾ എന്ത് ചെയ്യണേ, ബിൽഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾക്ക് ഡിസൈഡ് ചെയ്യാം നമ്മളുടെ VPC ഏത് റേഞ്ച് വേണം, ഏത് നെറ്റ്വർക്ക് റേഞ്ച് വേണം, അതായത് എത്ര കപ്പാസിറ്റി വേണം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ എത്ര സബ്നെറ്റ് വേണം. ഓക്കെ, സബ്നെറ്റിലോട്ടൊക്കെ വരാം കേട്ടോ, ജസ്റ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞു പോകണുള്ളൂ. ഓക്കെ, ഏതൊക്കെ സബ്നെറ്റിലാണ് ഞാൻ EC2 മെഷീൻസ് ലോഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഏതൊക്കെ മെഷീനിലോട്ട് ഇൻ്റർനെറ്റിൻ്റെ ആക്സസ് വേണം, ഏതൊക്കെ മെഷീനിലോട്ട് ഇൻ്റർനെറ്റ് ആക്സസ് എനിക്ക് വേണ്ട, ഇത്രയും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, നമ്മൾക്ക് തീരുമാനിക്കാം. ഇതുവരെ ആരാ നോക്കിയിരുന്നത്, AWS ആണ് നോക്കിയിരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണത്, AWSന് വിട്ടുകൊടുക്കുന്നില്ല, നമ്മൾ തന്നെയാണ് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ശരിക്ക് നമ്മൾ ഈ ഡിഫോൾട്ട് VPC ഒന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ ഓരോന്ന് പഠിക്കുന്ന കാര്യങ്ങൾക്കും ഡെവലപ്പിങ്ങിനും കാര്യങ്ങൾക്കും ഒരു മെഷീൻ ലോഞ്ച് ചെയ്യുന്നത് അത് ഡിഫോൾട്ടിൽ നമ്മൾ ഇടുന്നുള്ളൂ. ബട്ട് നമ്മളൊരു കമ്പനിയിൽ നമ്മളൊരു കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ, നമ്മളുടെ ഓർഗനൈസേഷൻ അല്ലാതെ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനി, അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്തു, ആസ് എ ഡെവോപ്സ് എഞ്ചിനീയർ നമ്മളൊരു ഡെവോപ്സ് എഞ്ചിനീയർ ആണല്ലേ, നമ്മൾക്കൊരു പ്രൊജക്റ്റ് വന്നു, ഒരു നല്ലൊരു പ്രൊജക്റ്റ് വന്നു. അപ്പോൾ ഈ പ്രൊജക്റ്റ് ക്ലൗഡിലാണ് ക്ലയൻറ്റ് എന്ത് ചെയ്യുന്നത്, ഡിപ്ലോയ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ AWS ചൂസ് ചെയ്തു. മേ ബി ക്യൂബർനെറ്റ്സിലാവാം ഡിപ്ലോയ് ചെയ്യുന്നത്, അതല്ല ഏതോ ഒരു EC2 മെഷീൻ ആവട്ടെ. EC2 മെഷീനൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചുമ്മാ ഒരു EC2 മെഷീൻ ലോഞ്ച് ചെയ്തിട്ട് അതിലങ്ങോട്ട് ഡിപ്ലോയ് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ എൻ്റയർ കാര്യങ്ങൾ നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ആപ്ലിക്കേഷൻ്റെ ആവശ്യം അനുസരിച്ച് ആപ്ലിക്കേഷൻ്റെ ഫ്യൂച്ചറിൽ അത് എത്രത്തോളം സ്കെയിലബിലിറ്റി ഉണ്ടാവും, അത്തരം കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഒരു VPC നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ആ VPCക്ക് അകത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് വേണ്ട രീതിയിലുള്ള സബ്നെറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു EC2 മെഷീൻ ലോഞ്ച് ചെയ്ത് നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത്. മനസ്സിലായി? അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് പോയിട്ട് ഒരു EC2 മെഷീൻ എടുത്ത് അതിൽ എന്താ പറയുക ഡിപ്ലോയ് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു കമ്പനിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൻ്റയർ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം.
ഇപ്പോൾ വി പി സിക്ക് അകത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻസ് ഓൾറെഡി അപ്പ് ആൻഡ് റണ്ണിങ് ആണ്. അപ്പോൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ എന്ത് കാണാം? സബ്നെറ്റ് ഏതാണെന്നും കാണുന്നുണ്ട്, സോറി ഏത് വി പി സി എന്ന് കാണുന്നുണ്ട് ഇവിടെ, അതുപോലെ സബ്നെറ്റ് ഏതാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ സബ്നെറ്റ് വി പി സി ഒക്കെ ഇവിടെ എന്താ പറയുന്നത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഐ ഡി കാര്യങ്ങളൊക്കെ. ഈ സബ്നെറ്റ് എന്താണ് കാര്യങ്ങളോട്ട് വരാം. ഈ സബ്നെറ്റിൽ തന്നെ എന്തുണ്ട്? സബ്നെറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഓക്കെ, ഒന്ന് പബ്ലിക് സബ്നെറ്റും ഉണ്ട്, പബ്ലിക് സബ്നെറ്റ്. അതുപോലെ പ്രൈവറ്റ് സബ്നെറ്റും ഉണ്ട്. പ്രൈവറ്റ് സബ്നെറ്റ് ഇപ്പോൾ സബ്നെറ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി, അതായത് ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാം. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ സബ്നെറ്റ് രണ്ട് ടൈപ്പ് ഉണ്ടെന്നൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഞാൻ എന്ത് ചെയ്യുക, അതായത് ഈ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റോറി പറയാം. ഇപ്പോൾ നമ്മളുടെ കൊച്ചിയിൽ ഒരു എന്താ പറയുക വലിയൊരു പ്ലേസ് ആണല്ലേ. ഇത് ജസ്റ്റ് എന്താ പറയുക നമ്മളുടെ കൊച്ചിയാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ കൊച്ചിയിൽ എന്ത് ചെയ്തു, സബ്നെറ്റ് മനസ്സിലാവാൻ വേണ്ടി പറയണേ. ഓക്കെ, ഈ ഗ്രീൻ കളറിൽ കാണുന്ന കുറച്ച് ഏരിയ പുള്ളി എന്ത് ചെയ്തു, പുള്ളി അങ്ങോട്ട് വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് എന്തോ ബിൽഡിങ്ങോ അല്ലാതെ ഒരു സ്കൂള് അല്ലാണ്ട് ഒരു കോളേജ് ഉണ്ടാക്കാൻ വേണ്ടി പുള്ളി കുറച്ച് സ്ഥലം എന്ത് ചെയ്തു കൊച്ചിയിൽ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളി ഒരു കോളേജ് ബിൽഡ് ചെയ്തു. കോളേജ് നമുക്ക് വേറൊരു കളറിൽ കൊടുക്കാം. ഇത് രണ്ടൊരു കളറായില്ലേ, യെല്ലോ കളറിൽ കൊടുക്കാം. പുള്ളി എന്ത് ചെയ്തു, ഇതൊരു കോളേജാന്ന് വിചാരിക്കണേ. ജസ്റ്റ് ഒരു കോളേജ് എന്ത് ചെയ്തു പുള്ളി അവിടെ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ കോളേജ് ആകുമ്പോൾ എന്താണ് ഒരുപാട് പിള്ളേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ഹോസ്റ്റൽ വേണ്ടി വരും. ഗേൾസിന് സെപ്പറേറ്റ് ഹോസ്റ്റൽ വേണ്ടി വരും, ബോയ്സിന് സെപ്പറേറ്റ് ഹോസ്റ്റൽ വേണ്ടി വരും അല്ലേ. എന്ത് ചെയ്തു, ജസ്റ്റ് ബോയ്സിന് വേണ്ടിയിട്ട് ഒരു ഹോസ്റ്റൽ അവിടെ പണിതു. അതുപോലെ ഗേൾസിന് എന്ത് ചെയ്തു, ഇവിടെ ഒരു ഹോസ്റ്റൽ പണിതു. ഓക്കെ, ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു സ്ഥലം വാങ്ങിച്ചു, അതിലൊരു കോളേജും അതുപോലെ രണ്ട് ബിൽഡിങ്, രണ്ട് ഹോസ്റ്റലും പുള്ളി ഉണ്ടാക്കി. ബട്ട് പിള്ളേരൊക്കെ കോളേജിലെ അവസ്ഥ നമുക്കറിയാമല്ലോ. അപ്പോൾ എന്താ പറയുക, ഇവിടെ പ്രത്യേകിച്ച് സെക്യൂരിറ്റി റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതായത് പിള്ളേർ ഹോസ്റ്റലിൽ നിന്ന് തോന്നുന്ന ടൈമിൽ പുറത്ത് പോകുന്നുണ്ട്, തോന്നുന്ന ടൈമിൽ അവർ അകത്തോട്ട് വരുന്നുണ്ട്. ചിലർ ഹോസ്റ്റൽ തന്നെ ഇല്ല. ഓക്കെ, ആ ഒരു സിറ്റുവേഷൻ. അതായത് ഇവിടെ നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, വലിയ സ്ട്രിക്റ്റ് ഇല്ല, റൂൾസ് ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പറഞ്ഞ പോലെ നല്ല ഫ്രീഡം ഉള്ള ഒരു കോളേജ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇങ്ങനെ ആകുമ്പോൾ പല പ്രശ്നങ്ങളും കോളേജിലുണ്ടായിരിക്കും. പിള്ളേർ ചില ദിവസം ക്ലാസ്സിലോട്ട് വരുന്ന പോലും ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഇവിടെ ഒന്നും പെടാത്ത ആൾക്കാർ പുറത്ത് നിന്നും എന്താ പറയുക ലോക്കൽസ് ആളുകൾ അല്ലാന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ താമസിക്കുന്ന ആളുകൾ വരുന്നുണ്ടായിരിക്കാം ഹോസ്റ്റലിൽ. ഓക്കെ, അങ്ങനെ വലിയ പ്രശ്നമായി. അപ്പോൾ ഇവരുടെ പേരൻസ് എല്ലാവരും എന്ത് ചെയ്തു, നമ്മുടെ കോളേജിൽ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കി. അങ്ങനെ കോളേജ് എന്ത് തീരുമാനിച്ചു, ഇതൊന്നും കൂടി സെക്യൂർഡ് ആക്കണം. ഓക്കെ, ഞാൻ നമ്മുടെ AWSലോട്ട് കണക്ട് ചെയ്യണേ, സെക്യൂർഡ് ആക്കണം. അതായത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ നല്ലൊരു ചീത്തപ്പേരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു, ഫുള്ള് ഇതെന്ത് ചെയ്യാണ്, അവർ നല്ല രീതിയിൽ ഓക്കെ
ഒരു ബൗണ്ടറി ഒക്കെ എന്ത് ചെയ്തു, സെറ്റ് ചെയ്തു. ഓക്കെ, ചുറ്റും മതിൽ കെട്ടി. മതിൽ കെട്ടുന്നത് മാത്രം പോരല്ല, അവരെന്ത് ചെയ്തു, ഒരു ഗേറ്റും സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു വിധം നമുക്ക് എന്ത് ചെയ്യാം, പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോകുന്ന പരിപാടികളൊക്കെ ഇവിടെ നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. അതായത് വേറെ എന്ത് ചെയ്തു, അവരിവിടെ ഒരു സെക്യൂരിറ്റിനെയും വെച്ചു. സെക്യൂരിറ്റിനെ വെച്ചു. അതുപോലെ നമ്മളുടെ ഈ ഒരു സ്ട്രക്ചറിൽ എന്ത് ചെയ്ത് ചെറിയൊരു ഡിഫറൻസ് വരുത്തി. കോളേജ് ഇങ്ങനെ ഒരു കോമ്പൗണ്ടും ആക്കി, ബോയ്സ് ഹോസ്റ്റലും ഗേൾസ് ഹോസ്റ്റലും അതും കുറച്ച് സെക്യൂരിറ്റിക്ക് വേണ്ടി അതും എന്ത് ചെയ്തു, ഡിഫറെൻ്റ് ആക്കി. ഓക്കെ, എല്ലാം ജസ്റ്റ് ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്തു, കോളേജും എല്ലാതും ഒരു സെപ്പറേഷന് വേണ്ടിയിട്ട് കോളേജ് ഒരു ബൗണ്ടറി കൊടുത്തു, മുഴുവനായിട്ട് ഒരു ബൗണ്ടറി ഇട്ടു. ഓക്കെ, അതായത് ഈ ഒരു പിക്ചർ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലല്ലോ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. ഈ രീതിയിൽ എന്ത് ചെയ്തു, അവർ സെറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ആയപ്പോൾ എന്താ സംഭവിച്ചത്, അതുപോലെ കോളേജിൽ എന്ത് ചെയ്തു, കോളേജിലും ഒരു സെക്യൂരിറ്റി ഗാർഡിനെ വെച്ചു, ഹോസ്റ്റലിൽ ഒരു വാർഡനെ വെച്ചു. ഓക്കെ, ഗേൾസ് ഹോസ്റ്റലിലും ഒരു വാർഡനെ വെച്ചു. അപ്പോൾ എന്തായി, കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സെക്യൂർഡായി അല്ലേ. ഇപ്പോൾ ഒരാൾക്ക്, അതായത് ഒരു ബോയ്സ് ഹോസ്റ്റലിൽ ഒരാൾക്ക് ഔട്ടർ സൈഡിലോട്ട് പുറത്തോട്ട് പോകണം എന്നുണ്ടെങ്കിൽ വാർഡൻ്റെ പെർമിഷൻ വേണം. ഓക്കെ, വാർഡൻ്റെ പെർമിഷനേറ്റ് വേണം മെയിൻ എൻട്രൻസുമായി ഓക്കെ പുറത്തോട്ട് പോകാൻ. അപ്പോൾ ആ പെർമിഷൻ ഇവിടെയും കാണിച്ച് ഈ പുള്ളിക്കാരനും കൂടി പെർമിഷൻ കൊടുത്താലേ പുറത്തോട്ട് പോകാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ പുറത്തു നിന്നും ഒരാൾ വരികയെന്നുണ്ടെങ്കിൽ ആദ്യം ഈ സെക്യൂരിറ്റി ഗാർഡിനെ കാണിച്ച് പെർമിഷൻ വാങ്ങിക്കണം. ഓക്കെ, എന്നിട്ട് ഹോസ്റ്റലിലോ കോളേജിലോ പോകുന്നത് പോസിബിൾ ആവത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നല്ല രീതിയിൽ സെക്യൂർഡായി, റൈറ്റ്. അതുപോലെ തന്നെ ഈ കോളേജിലോ ഹോസ്റ്റലിലോ അല്ലാത്തൊരാൾക്ക് ഒരിക്കലും അകത്തോട്ട് വരുന്നതും എന്തല്ല, അതും പോസിബിൾ അല്ല. കാരണം സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും, ഡാറ്റയിൽ നോക്കും ഇവരിവിടെ പഠിക്കുന്നതാണോ അല്ലയോ, ആ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പണ്ടത്തെ അവസ്ഥയിൽ നിന്നും ആ ഒരു ഫ്രീഡം ലെവലിൽ നിന്ന് നല്ലൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിലോട്ട് കൊണ്ടുവന്നു. ഇതേ കാര്യം നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ VPCയിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, ഫസ്റ്റ് ഞാൻ എന്താ പറഞ്ഞത്, ഒരാൾ കൊച്ചിയിൽ അല്ലേ, കൊച്ചിയിൽ കുറച്ച് സ്ഥലം വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത്. ഈ വാങ്ങിച്ച സ്ഥലം, അതായത് അയാൾ ഉണ്ടാക്കിയ ഈ സ്ഥലത്തെ നമുക്ക് എന്ത് പറയാം, ജസ്റ്റ് VPC ആണെന്ന് അസ്യൂം ചെയ്യാം. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്, ജസ്റ്റ് VPC ആണെന്ന് അസ്യൂം ചെയ്യും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, അതിലിങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. അതായത് ടോട്ടൽ ഉള്ള ഏരിയന്ന് അയാൾ വാങ്ങിച്ച, അതായത് ഇപ്പോൾ ഒരു 3 ഏക്കറാണ് വാങ്ങിച്ചതെന്ന് വിചാരിക്കുക, അല്ലാണ്ട് ഒരു 4 ഏക്കർ. ഓക്കെ, 4 ഏക്കർ വാങ്ങിച്ചതിൽ 2 ഏക്കർ എന്ത് ചെയ്തു, കോളേജിന് വേണ്ടിയിട്ട് ഒരു ബൗണ്ടറി കെട്ടി. ഓക്കെ, ഒരു 1/2 ഏക്കർ, അതായത് 50 സെൻറ്റിൽ എന്ത് ചെയ്തു, നമ്മളുടെ ഹോസ്റ്റലിന് വേണ്ടിയിട്ട് അതിലും ഇതും കൂടി രണ്ടും കൂടി എന്ത് ചെയ്തു, 1 ഏക്കർ അവിടെ ചിലവഴിച്ചു. ബാക്കി ഈ കാണുന്ന ഏരിയ ഒക്കെ 1 ഏക്കറാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ടോട്ടൽ എന്താണ് പറയുക, സ്പേസിൽ നിന്ന് അതേ എന്ത് ചെയ്തു, അതിങ്ങനെ ജസ്റ്റ് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അതിനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് നമുക്ക് എന്ത് പറയാം, സബ്നെറ്റ് എന്ന് പറയാം. സബ്നെറ്റ്. ഓക്കെ, അതായത് ടോട്ടൽ ആ ഒരു സ്പേസിനെ, ടോട്ടൽ ഈ ഒരു ഏരിയനെ VPC എന്ന് പറഞ്ഞു. VPCക്ക് അകത്ത് ഇങ്ങനെ സെഗ്മെൻ്റ് ആക്കിയിട്ട് പീസ് ആക്കിയ ആ ഭാഗങ്ങളൊക്കെ ഞാൻ സബ്നെറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു സബ്നെറ്റാണ്. ഇതെന്താണ്, ഇതൊരു സബ്നെറ്റാണ്, റൈറ്റ്. ഇതെന്താണ്, ഇത് മറ്റൊരു സബ്നെറ്റ്. ഓക്കെ, അതുപോലെ പുള്ളി എന്ത് ചെയ്തു, ഒരു എൻട്രൻസ് വെച്ചു അല്ലേ. ഇതിന് ഞാൻ എന്താ പറഞ്ഞത്, ഒരു ഗേറ്റാണ് വെച്ചത് പുള്ളി. പക്ഷേ ഞാൻ നമ്മളുടെ AWSൻ്റെ കാര്യത്തിലോട്ട് ഞാൻ വരുമ്പോൾ ഞാൻ ഇതിനെ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ എന്നാണ് പറയുന്നത്. ഇൻ്റർനെറ്റ് ഗേറ്റ് വേ. ഇൻ്റർനെറ്റ് ഗേറ്റ് വേ. ഓക്കെ, ഇവിടെ ഉള്ള ഒരു സെക്യൂരിറ്റീനെ വെച്ചു അല്ലേ. ഈ സെക്യൂരിറ്റീനെ ഞാൻ എന്താ പറയണത്, ഞാൻ ഈ പുള്ളിനെ
റൗട്ട് ടേബിൾ എന്നാണ് പറയുന്നത്. റൗട്ട് ടേബിൾ മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ സംഭവിച്ചത്. ഇപ്പോൾ ഈ എന്താ പറയുക, കോളേജ് ആയാലും ഇതിനൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു EC2 ആയിട്ട് നോക്കാം നമ്മുടെ റിസോഴ്സസ്. ഓക്കെ, അപ്പോൾ EC2ൽ ഈ നിൽക്കുന്ന സെക്യൂരിറ്റി നമുക്ക് എന്ത് പറയാം, നമ്മളുടെ സെക്യൂരിറ്റി ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, അതായത് ഇപ്പോൾ പുതിയൊരു സ്റ്റുഡൻറ്റ് വരികയാണ്. പുതിയൊരു സ്റ്റുഡൻറ്റ് വരികയാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് ഏത് വഴിയാണ് വരുന്നത്, അതായത് ഇൻ്റർനെറ്റിൽ നിന്നും അല്ലാണ്ട് ഔട്ടർ വേൾഡിൽ നിന്നും ഒരു റിക്വസ്റ്റ് ആണെന്ന് വിചാരിക്കും സ്റ്റുഡൻറ്റ്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് ആദ്യം ഏത് വഴി വരണം, ഇൻ്റർനെറ്റ് ഗേറ്റ്വേ വഴി വരണം. ഓക്കെ, ഇൻ്റർനെറ്റ് ഗേറ്റ്വേ വഴി വന്നിട്ട് ആരെ ഫസ്റ്റ് കാണണം, നമ്മളെ റൗട്ട് ടേബിൾ, അതായത് നമ്മുടെ സെക്യൂരിറ്റിനെ കാണണം അല്ലേ, അതാണ് റൗട്ട് ടേബിൾ. ഓക്കെ, അപ്പോൾ റൗട്ട് ടേബിളിൽ വന്നു കഴിഞ്ഞാലാണ് ഈ പുള്ളിക്ക് എന്ത് മനസ്സിലാവുക, ഞാൻ ഏത് വഴിയിലോട്ടാണ് പോകേണ്ടത്. ഇതിപ്പോൾ ഒരു ബോയ് ആണ്, അതായത് മോർണിംഗ് ആണ് വന്നതെങ്കിൽ ഡെഫിനറ്റ്ലി കോളേജിൽ പോകേണ്ട ആളായിരിക്കും. അപ്പോൾ റൗട്ട് ടേബിളായിരിക്കും എന്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുക, നമ്മൾ എങ്ങോട്ട് പോകണം, ഏത് സബ്നെറ്റിലോട്ട് പോകണം, അതല്ല ഏത് എന്താ പറയുക കോമ്പൗണ്ടിലോട്ടാണ് നമ്മൾ പോകേണ്ടതെന്നൊക്കെ റൗട്ട് ടേബിൾ ഉണ്ടാവുക. അപ്പോൾ റൗട്ട് ടേബിളിന് എന്ത് മനസ്സിലാവും, ഇപ്പം പോവേണ്ട വഴി ഇങ്ങോട്ടാണ്, കോളേജിലോട്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്യും, റൗട്ട് ടേബിളിൽ വരും, അവിടുന്ന് കോളേജിലോട്ട് പോകും. ഓക്കെ, കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ ആരുണ്ട്, സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ടല്ലേ. അപ്പോൾ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ത് ചെയ്യും, അതിൽ ചെക്ക് ചെയ്യും. അതായത് 80 പോർട്ടിലൂടെ പോകേണ്ട റിക്വസ്റ്റാണ്, 80 പോർട്ട് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്യും, ഇങ്ങോട്ട് കടത്തി വിടും. ഓക്കെ, ജസ്റ്റ് ഒരു സ്റ്റോറി പറഞ്ഞാണ്. ഇനിയിപ്പോൾ ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ വറി ചെയ്യണ്ട, നമ്മൾ മറ്റേ ഡയഗ്രത്തിൽ പറയും. ചിലവർക്ക് അത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മൾ ശരിക്കും ഇവിടെ പറയാൻ പോകുന്നത്. ജസ്റ്റ് ഞാനിത് കളയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു ഡയഗ്രാം വരച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അതായത് ഇത് AWS, അതിൻ്റെ അകത്ത് നമ്മളുടെ റീജിയൻ, അതിൻ്റെ അകത്ത് ഇത് നമ്മളുടെ VPCയുടെ സൈന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. VPC അന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കൊടുത്തത്. അതായത് ഈ വൈറ്റ് ബോർഡറിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മുടെ VPC. അതിൻ്റെ മുകളിൽ ഈ കാണുന്ന ഈ ഒരു ലൈന് റീജിയൻ. ഓക്കെ, ഇത് നമ്മളുടെ ഇൻ്റർനെറ്റ്, അതായത് VPCക്കും AWSനൊക്കെ പുറത്തുള്ള ഒരു ലോകം, അതായത് ഇപ്പോൾ നമ്മളൊക്കെ. ഓക്കെ, ഔട്ടർ വേൾഡിലുള്ള ആളുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സിസ്റ്റോ ഇൻ്റർനെറ്റോ ജസ്റ്റ് അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ നെറ്റ്വർക്ക് സൈഡിൽ നമ്മൾ ഔട്ടർ വേൾഡ് അല്ലാണ്ട് ഇൻ്റർനെറ്റിനൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 0.0.0/0 എന്നുള്ള ആ ഒരു റെപ്രസെൻറ്റേഷൻ ഞാൻ ജസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എന്ത് ചെയ്യും, AWSൽ ലോഗിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, AWSൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരു റീജിയൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ. ആ റീജിയനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു VPC ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഓക്കെ, ഫൈൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ VPCക്ക് അകത്ത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സബ്നെറ്റ് മീൻസ് നമ്മളുടെ എൻ്റയർ VPCനെ നമുക്ക് എന്ത് ചെയ്യണം, ജസ്റ്റ് പീസ് ആക്കാം. എത്ര സബ്നെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, 2 സബ്നെറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് 3 വേണമെങ്കിൽ 3 ക്രിയേറ്റ് ചെയ്യാം, അതല്ല കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നമ്മളുടെ എന്താ പറയുക ഒരു റിക്വയർമെൻറ്റ് പോലെ ഇരിക്കും. അപ്പോൾ ഈ സബ്നെറ്റിൽ എന്തുണ്ടായിരിക്കും, നമ്മുടെ റിസോഴ്സസ് ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ ഇതിലൊരു EC2 ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഈ സബ്നെറ്റിൽ ഞാനൊരു EC2 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ റിസോഴ്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നത് സബ്നെറ്റിനകത്തായിരിക്കും. അതായത് ഇപ്പോൾ ഞാനൊരു EC2 മെഷീനാണ്, അതല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ സബ്നെറ്റിൻ്റെ അകത്തായിരിക്കും. ഓക്കെ, ബട്ട് സബ്നെറ്റിൽ എന്തുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് പബ്ലിക്, ആ ഒരു പേര് പോലെ തന്നെ
രണ്ടെന്ന് പറയുന്നത് പ്രൈവറ്റ്. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കണം, നമ്മൾ AWSൻ്റെ അകത്ത് ഞാൻ മുംബൈ റീജിയൻ എടുത്തു. മുംബൈ റീജിയനിൽ ഞാൻ ജസ്റ്റ് ഒരു VPC ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. കസ്റ്റം VPC ആണ്, ഞാൻ ആ ഒരു VPC ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ബട്ട് ആ VPCൻ്റെ അകത്ത് ഇപ്പോൾ സബ്നെറ്റ് ഇല്ല. ഓക്കെ, അതുപോലെ ആ VPCൻ്റെ അകത്തോട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ വരുന്നില്ല. നമ്മൾ ഇൻ്റർനെറ്റ് കണക്ഷൻ വരാനോ ഇവിടുന്ന് അങ്ങോട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്യാനോ, അതായത് ഇൻബൗണ്ടും ഔട്ട്ബൗണ്ടും ട്രാഫിക്കുകളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. നമ്മൾ വെറും ഒരു VPC മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഒരു ഇൻ്റർനെറ്റ് കണക്ഷനോ കാര്യങ്ങളോ വരാനുള്ള യാതൊരു രീതിയിലുള്ള സെറ്റപ്പും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ജസ്റ്റ് ഒരു VPC ക്രിയേറ്റ് ചെയ്തോളൂ. ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ അകത്ത് 2 3 അല്ലാണ്ട് 4 സബ്നെറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്തു, സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ സബ്നെറ്റിനെ തന്നെ ഞാൻ എന്ത് പറയുന്നുണ്ട്, പബ്ലിക്കും പ്രൈവറ്റും എന്ന് പറയുന്നുണ്ട്. 2 ടൈപ്പ് ഉണ്ട്. അതായത് എന്തിനാണ് പബ്ലിക്, അതുപോലെ എന്തിനാണ് പ്രൈവറ്റ്, പലർക്കും വരുന്ന ഡൗട്ടാണ്. ഇപ്പോൾ ഒരു അപ്ലിക്കേഷൻ എടുക്കാം, ജസ്റ്റ് ഒരു അപ്ലിക്കേഷൻ. ഓക്കെ, ഒരു 2 tier ആയിക്കോട്ടെ, 3 tier-ഓ 2 tier-ഓ 3 tier ലെവലിലുള്ള ഒരു അപ്ലിക്കേഷൻ തന്നെയാണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു അപ്ലിക്കേഷൻ എന്തുണ്ടായിരിക്കും, ഫ്രണ്ട് എൻഡ് ഉണ്ടായിരിക്കും അല്ലേ. ഒരു അപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് എൻഡ് മീൻസ് നമ്മൾ കാണുന്ന ആ ഒരു ഇൻ്റർഫേസ്. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ amazon.com, ഓക്കെ, amazon.com എന്ന് അടിക്കുമ്പോൾ ഞാനിപ്പോൾ ഈ കാണുന്ന ഒരു ഇൻ്റർഫേസ് ഉണ്ടല്ലോ, ഇതാണ് അതിൻ്റെ ഫ്രണ്ട് എൻഡ്. ഓക്കെ, അതിൻ്റെ ഫ്രണ്ട് എൻഡ് ഉണ്ടായിരിക്കും. അതുപോലെ എന്തുണ്ടായിരിക്കും, ബാക്ക് എൻഡ് ഉണ്ടായിരിക്കും. നമ്മൾ കാണാത്ത എന്താ പറയുക, ബിസിനസ് ലോജിക്കൊക്കെ കോഡ് എഴുതുന്ന അതിൻ്റെ ഒരു ബാക്ക് എൻഡ്, ബിസിനസ് ലോജിക്കൊക്കെ എഴുതുന്ന ഒരു ബാക്ക് എൻഡ് സൈഡ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ എന്തുണ്ടായിരിക്കും, ഒരു ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. റൈറ്റ്, ഒരു 3 tier ആർക്കിടെക്ചറിലെ കാര്യമാണ് പറയണത്. 3 tier എന്ന് പറയുമ്പോൾ ഫ്രണ്ട് എൻഡ്, ബാക്ക് എൻഡ്, ഡാറ്റാബേസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും ഇതൊന്നും അറിയുന്നില്ല. ഒരു അപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഇത് ഏത് ടിയറാണ്, ഇതിന് ഫ്രണ്ട് എൻഡ് ഉണ്ടോ ബാക്ക് എൻഡ് ഉണ്ടോ എന്ന് നോർമലി ഒരാൾ ചിന്തിക്കാറില്ല. ബട്ട് ആസ് എ ഡെവോപ്സ് എഞ്ചിനീയർ അല്ലാന്നുണ്ടെങ്കിൽ ആസ് എ ഡെവലപ്പർ നമ്മൾക്ക് അറിയാം ഇതിനൊരു ഫ്രണ്ട് എൻഡ് ഉണ്ടായിരിക്കും, ഇതിൻ്റെ കോഡ് എഴുതിയത് ബാക്ക് എൻഡ് ഉണ്ടായിരിക്കും, ഡാറ്റാബേസ് ഉണ്ടായിരിക്കും എന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, ആസ് എ നോർമൽ യൂസർ, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ ആമസോൺ ഇവിടെ അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഫ്ലിപ്കാർട്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. എനിക്കിപ്പോൾ കാണുന്നത് എന്താണ്, അപ്ലിക്കേഷൻ്റെ ഫ്രണ്ട് എൻഡ് ആണ്, അതായത് അപ്ലിക്കേഷനാണ് ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആക്സസ് ചെയ്തത് എന്താണ്, അതിൻ്റെ ഫ്രണ്ട് എൻഡ് ആണ്, ആ ഒരു അപ്ലിക്കേഷനാണ് അല്ല. ഒരിക്കലും ഞാൻ ഇതിൻ്റെ ഡാറ്റാബേസിനല്ല ഞാൻ ആക്സസ് ചെയ്യണത്. മനസ്സിലായോ? ഇതിന് ബാക്ക് എൻഡിൽ ഒരു ഡാറ്റാബേസ് ഉണ്ടായിരിക്കും, അതായത് ഇത്തരം കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നതും എൻ്റെ അക്കൗണ്ടിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു ലോഗിൻ ചെയ്ത് എൻ്റെ അക്കൗണ്ടിൻ്റെ പ്രൊഫൈലിലെ കാര്യങ്ങളെല്ലാം എല്ലാ ഡാറ്റകളും കീപ്പ് ചെയ്ത് വെക്കുന്ന ഒരു ഡാറ്റാബേസ് എന്തായാലും ഉണ്ടായിരിക്കും. ബട്ട് ആ ഡാറ്റാബേസ് ഞാൻ ഒരിക്കലും കാണാനോ എനിക്കത് ആക്സസ് ചെയ്യാനോ കഴിയില്ല, അല്ല, ഒരിക്കലും ആക്സസിബിളും അല്ല. അപ്പോൾ ഒരു അപ്ലിക്കേഷൻ അപേക്ഷിച്ച് നമുക്ക് ആക്സസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ആക്സസ് ഒരിക്കലും ചെയ്യേണ്ട സംഭവങ്ങളുണ്ട് അല്ലേ. അതായത് ഒരു അപ്ലിക്കേഷൻ്റെ ഡാറ്റാബേസ് എനിക്ക് നല്ല ആർക്കും ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ആർക്കും ആക്സസിബിൾ ആവാനും പാടില്ല അല്ലേ. ഇപ്പോൾ എനിക്കോ നിങ്ങൾക്കോ ഏതെങ്കിലും ഒരു അപ്ലിക്കേഷൻ്റെ ഡാറ്റാബേസ് ബ്രൗസറിലോ അല്ല ഏതെങ്കിലും വഴി നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അത്രയും സെക്യൂർഡ് അല്ല എന്നാണ് അർത്ഥം. ഓക്കെ, അതുവഴി ഒരു ഹാക്കറിന് നല്ല രീതിയിൽ ഹാക്ക് ചെയ്യാം, അറ്റാക്ക് ചെയ്യാം, ആ ഒരു അപ്ലിക്കേഷൻ കോംപ്രമൈസ് ആവും. അതുപോലെ അതിലുള്ള ഡാറ്റാസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഫെച്ച് ചെയ്തെടുക്കാം, അത് വെച്ച് നമുക്ക് പല പരിപാടികളും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഏതൊരു അപ്ലിക്കേഷനായാലും അതിൻ്റെ ഡാറ്റാബേസ് ഒരിക്കലും ഔട്ടർ വേൾഡിലോട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റിലോട്ട് ഒരിക്കലും ആക്സസിബിൾ ആവേണ്ട കാര്യമില്ല, ഒരിക്കലും ആക്സസിബിൾ ആവത്തുമില്ല. ഓക്കെ, ബട്ട് ഒരു അപ്ലിക്കേഷനെ സംബന്ധിച്ച് അതിൻ്റെ ആ ഒരു ഗ്രാഫിക്കൽ ഇൻ്റർഫേസ്
ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് എൻഡ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ട ഈ ഭാഗം ഇതെല്ലാവർക്കും ആക്സസിബിൾ ആവണം, റൈറ്റ്? ശരിയല്ല? ഇതാണ് അതിൻ്റെ എന്താ പറയുക വിസിബിൾ ആയിട്ടുള്ള നമ്മൾക്കെല്ലാം കാണാൻ പറ്റുന്നൊരു ഏരിയ. ഇപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു, പ്രൊഡക്റ്റ് എടുക്കുന്നു, കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ എന്തായിരിക്കണം? എല്ലാവർക്കും ആക്സസിബിൾ ആവണം. അതായത് ഒരു ആപ്ലിക്കേഷൻ്റെ ചില ഭാഗങ്ങളുണ്ടായിരിക്കും സീക്രട്ട് ആയിട്ടുള്ള ഡാറ്റാസ്, കാര്യങ്ങൾ ഡാറ്റാബേസ് ആവാം, അതല്ല വേറെ എന്തെങ്കിലും സംഭവങ്ങളാവാം, എന്തോ ആവട്ടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു ടൈമിലാണ് പബ്ലിക് സബ്നെറ്റും പ്രൈവറ്റ് സബ്നെറ്റും വരുന്നത്. ഓക്കെ, ആസ് ഓഫ് നൗ നമ്മളുടെ 2 സബ്നെറ്റിലോട്ടും ഇപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഒന്നും വരുന്നില്ല. നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ജസ്റ്റ് ഒരു VPC ക്രിയേറ്റ് ചെയ്തു അല്ലേ? ആ VPCക്ക് അകത്ത് എന്ത് ചെയ്തു? ഞാൻ ചുമ്മാ ഒരു 2 സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇത് സ്റ്റിൽ സബ്നെറ്റ് ആണ്. പ്രൈവറ്റ് സബ്നെറ്റോ പബ്ലിക് സബ്നെറ്റോ ഒന്നും മീനിങ് ഇല്ല, വെറും സബ്നെറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തു? ഞാൻ ഈ ഒരു സബ്നെറ്റിൽ ഞാൻ ഡിപ്ലോയ് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാനൊരു EC2 മെഷീനിൽ ഞാൻ എന്ത് ചെയ്തു? ഡിപ്ലോയ് ചെയ്തു. ഈ സബ്നെറ്റിൽ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഞാൻ എൻ്റെ ഡാറ്റാബേസും ഞാൻ ഡിപ്ലോയ് ചെയ്തു. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ സിനാരിയോയിൽ നമ്മൾക്ക് ഡാറ്റാബേസ് ഒരിക്കലും ഔട്ടർ വേൾഡിലോട്ട്, ഇത് ഇൻ്റർനെറ്റ് ആണെന്ന് വിചാരിക്കണേ, അതായത് യൂസേഴ്സും നമ്മളെല്ലാവരും ഉള്ള ഇൻ്റർനെറ്റ് ഔട്ടർ വേൾഡിലോട്ട് ഒരിക്കലും ആക്സസ് കൊടുക്കേണ്ട കാര്യമില്ല. ഫൈൻ. നമ്മളെല്ലാവരും എന്താണ് ആക്ച്വലി ആക്സസ് ചെയ്യുന്നത്? ആപ്ലിക്കേഷനാണ് അല്ലേ? നമ്മളാരും ഡാറ്റാബേസ് അല്ല ആക്സസ് ചെയ്യുന്നത്. മനസ്സിലായോ? ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സബ്നെറ്റിലോട്ട് ഞാനൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഒരു ഇൻ്റർനെറ്റ് ഗേറ്റ് വേ ഞാൻ ഇവിടെ ഓപ്പൺ ആക്കണം. നമ്മൾ നേരത്തെ സ്റ്റോറിയിൽ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു തന്നില്ല, അതേപോലെ ഇവിടെ ഞാനൊരു ഇൻ്റർനെറ്റ് ഗേറ്റ് വേ ഞാൻ ഓപ്പൺ ആക്കണം. ഈ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ വഴിയാണ് ഔട്ടർ വേൾഡിൽ നിന്നും ഈ ഒരു സബ്നെറ്റിലോട്ട് എന്ത് വരുന്നത്? ഇൻ്റർനെറ്റ് കണക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഏതെങ്കിലും റിസോഴ്സ്, ഡാറ്റാബേസ് ആവട്ടെ, അതല്ല ഒരു EC2 ആവട്ടെ, അത് ഔട്ടർ വേൾഡിലോട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണ്ട? ആർക്കും ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല, ആക്സസിബിൾ ആവേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇൻ്റർനെറ്റ് ഗേറ്റ് വേയിൽ ഈ സബ്നെറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കാതെ ഇരുന്നാൽ മതി. നമുക്ക് ഇങ്ങോട്ട് വരാം. ഇവിടെ എന്തുണ്ട്? 2 സബ്നെറ്റ് ഉണ്ട് അല്ലേ? ഒരു സബ്നെറ്റിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ചെയ്യാന്ന് ആപ്ലിക്കേഷൻ ഞാൻ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. ഒന്നിൽ പോസ്റ്റ്ഗ്രസ് ഡാറ്റാബേസും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് എനിക്ക് എന്ത് ചെയ്യണം? എൻ്റെ സബ്നെറ്റിലോട്ട് എനിക്ക് ഇൻ്റർനെറ്റ് കൊണ്ടുവരണം അല്ലേ? അതായത് എൻ്റെ ആപ്ലിക്കേഷൻ ഇതൊരു ABC എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഓക്കെ, അതായത് ഇൻ്റർനെറ്റിൽ നിന്നും ഒരു യൂസർ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടറിലോ ബ്രൗസറിലോ abc.com എന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, abc.com എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ആസ് ഓഫ് നൗ ഇപ്പോൾ പുള്ളിക്ക് ഇത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ, ആ കണക്ഷനും കിട്ടത്തില്ല. കാരണം എന്താ? ഇതിലോട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ വന്നിട്ടില്ല. നമ്മൾ അതിനുള്ള പരിപാടികളോ നെറ്റ്വർക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും ആക്സസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് എൻ്റെ VPC, ഇതെൻ്റെ VPC എന്നറിയാം അല്ലേ? VPCയുമായിട്ട് ഞാൻ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഒരു ഇൻ്റർനെറ്റ് ഗേറ്റ് വേ ഞാൻ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, ഇൻ്റർനെറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത് VPCയിൽ വരുന്ന മറ്റൊരു കമ്പോണൻ്റ് ആണ്. ഞാൻ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇൻ്റർനെറ്റ് ഗേറ്റ് വേ ഞാൻ VPCയുമായിട്ട് അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ സബ്നെറ്റുമായിട്ട്. ഓക്കെ, ഞാനിവിടെ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ ഞാൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു എൻട്രി ഗേറ്റ് ആണ്. ഓക്കെ, അതായത് നമ്മളുടെ VPCൻ്റെ അകത്തോട്ട് എന്തെങ്കിലും റിക്വസ്റ്റ് വരണമെങ്കിലോ പോകണമെങ്കിലോ ഉള്ള ഒരു ജസ്റ്റ് ഒരു എൻട്രി ഗേറ്റാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്തു? എൻ്റെ ഗേറ്റ് ഞാൻ ഇവിടെ ഓപ്പൺ ആക്കി. ഓക്കെ, ഗേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് യൂസർ abc.com എന്ന് അടിക്കുമ്പോൾ പുള്ളിയുടെ റിക്വസ്റ്റ് എന്ത് ചെയ്യും? ഇൻ്റർനെറ്റ് ഗേറ്റ് വേ വഴി എങ്ങോട്ടെത്തും?
നമ്മളുടെ വി പി സിൻ്റെ അകത്തോട്ട് എത്തി. ഓക്കെ, വി പി സിൻ്റെ അകത്ത് മാത്രമേ എത്തിയിട്ടുള്ളൂ. ബട്ട് പുള്ളിക്ക് ഇപ്പോഴും എന്തറിയില്ല, അപ്ലിക്കേഷൻ എവിടെയെന്ന് അറിയില്ല. ഓക്കെ, റിക്വസ്റ്റ് ഇവിടെ വരെ എത്തി. അവിടെയാണ് എന്ത് വരുന്നത്, നെക്സ്റ്റ് വരുന്നത് റൗട്ട് ടേബിൾ. ഓക്കെ, റൗട്ട് ടേബിൾ ആണ് ഈ വരുന്ന റിക്വസ്റ്റിനെ പ്രോപ്പറായിട്ട് എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് റൗട്ട് ചെയ്ത് വിടുന്ന ആളാരാണ്, റൗട്ട് ടേബിൾ ആണ്. അപ്പോൾ ഈ റൗട്ട് ടേബിൾ ഞാൻ എപ്പോഴും എന്ത് ചെയ്യണം, ഞാൻ എൻ്റെ സബ്നെറ്റുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ അവിടെ അങ്ങനെ ഒരു ആരോ മാർക്ക് ഇട്ട് ഡിനോട്ട് ചെയ്തത്. ഒരു ആരോ മാർക്ക് ഇട്ട് ഞാൻ ഡിനോട്ട് ചെയ്തത് കണ്ടോ. അതായത് ഞാനൊരു സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്തു, സബ്നെറ്റ് ഞാൻ റൗട്ട് ടേബിൾ സെറ്റ് ചെയ്തു, അതിന് ഞാനൊരു ഇൻ്റർനെറ്റ് ഗേറ്റ് വേ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നിന്നൊരു റിക്വസ്റ്റ് വരുമ്പോൾ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ വഴി വരും, റൗട്ട് ടേബിളിൽ വരും. റൗട്ട് ടേബിളിൽ നിന്ന് നേരെ പുള്ളിക്ക് എന്ത് കിട്ടും, നമ്മളുടെ അപ്ലിക്കേഷൻ കിട്ടും. ഓക്കെ, ഈ റൗട്ട് ടേബിളുമായിട്ട് ഞാൻ ആരെ കണക്ട് ചെയ്തിരിക്കണ്, ഇൻ്റർനെറ്റ് ഗേറ്റ് വേ കണക്ട് ചെയ്തിരിക്കണം. കണ്ടോ, ഒരു ഗ്രീൻ ആരോ ഇട്ടത് ഞാൻ ഇങ്ങനെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിക്വസ്റ്റ് വരും. ബട്ട് ഒരിക്കലും ഇൻ്റർനെറ്റ് ഗേറ്റ് വേ വഴി വരുന്ന റിക്വസ്റ്റ് ഒരിക്കലും ഇങ്ങോട്ട് കണക്ഷൻ ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും ആ ഒരു യൂസറിന് എൻ്റെ ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ കഴിയില്ല. ബട്ട് എൻ്റെ അപ്ലിക്കേഷന് ഇൻ്റർ കണക്ഷൻ ഉണ്ടായിരിക്കും. ഇത് ഞാൻ പോസിബിൾ ആക്കിയിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പബ്ലിക്കും പ്രൈവറ്റും എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് കണക്ഷൻ വരുന്ന സബ്നെറ്റ് ഏതാണോ അതാണ് പബ്ലിക് സബ്നെറ്റ്. ഓക്കെ, ഇൻ്റർനെറ്റ് കണക്ഷൻ ഒന്നുമില്ല, അതായത് ഔട്ടർ വേൾഡിൽ നിന്നും ആർക്കും എൻ്റെ സബ്നെറ്റ് ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതാണ് എന്ത്, പ്രൈവറ്റ് സബ്നെറ്റ്. ഇത്ര ഡിഫറൻസ് ഉള്ളൂ. ഓക്കെ, ഒന്നും കൂടി പറയാണ്. ഓക്കെ, ജസ്റ്റ് കണക്ഷൻ ഒന്നും കൂടി കണ്ടേക്കണേ. 2 സബ്നെറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷന് വരുന്ന സബ്നെറ്റിനാണ് നമ്മൾ പബ്ലിക് സബ്നെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് കണക്ഷൻ ഒന്നും നമ്മൾ കൊടുക്കാത്ത സബ്നെറ്റിനാണ് പ്രൈവറ്റ് സബ്നെറ്റ് എന്ന് പറയുന്നത്. വെരി സിമ്പിൾ. അത്ര ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് കാണിച്ചു തരാം. ഞാൻ ആ സബ്നെറ്റിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റൗട്ട് ടേബിളുമായിട്ട് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, റൗട്ട് ടേബിൾ എന്താണ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടിക്കൽ ചെയ്ത് നോക്കും. ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും ഇൻ്റർവ്യൂസിലൊക്കെ നല്ല രീതിയിൽ പല രീതിയിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സബ്നെറ്റിനെ ഞാൻ ജസ്റ്റ് ഒരു റൗട്ട് ടേബിളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ റൗട്ട് ടേബിളിൽ ഞാൻ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ കണക്ട് ചെയ്തിട്ടുണ്ട്. അത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ പ്രൈവറ്റ് സബ്നെറ്റിന് എന്തുണ്ട്, ഒരു റൗട്ട് ടേബിൾ ഉണ്ട്. ബട്ട് അത് ഞാൻ ഇൻ്റർനെറ്റ് ഗേറ്റ് വേയുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ എന്തിനാണ് ഈ റൗട്ട് ടേബിൾ എന്ന്. അത് ഇവർക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. ലോക്കലി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റൗട്ട് ടേബിളാണ് ഇത്. ഫൈൻ. ഇവൻ്റെ ഈ റൗട്ട് ടേബിൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സബ്നെറ്റിൻ്റെ റൗട്ട് ടേബിൾ ഞാൻ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ വഴി ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഇതിനെയും ഞാൻ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇതിലോട്ടും ഇൻ്റർനെറ്റ് കണക്ഷൻ വരും അല്ലേ, ശരിയല്ല? ഇതിലോട്ടും വരും, ഇതിലോട്ടും വരും. അപ്പോൾ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊരിക്കലും പ്രൈവറ്റ് സബ്നെറ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അത് പബ്ലിക് സബ്നെറ്റ് ആയിരിക്കും. അപ്പോൾ പ്രൈവറ്റ് സബ്നെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ഇതിന് ഞാൻ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ വഴി കണക്ഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളുടെ കണ്ടീഷൻ പ്രകാരം ഒരാൾ നമ്മുടെ അപ്ലിക്കേഷൻ abc.com കോൾ ചെയ്യാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ അപ്ലിക്കേഷൻ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, റിക്വസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ വഴി വരും. ഓക്കെ, ഇൻ്റർനെറ്റ് ഗേറ്റ് വേ വഴി വന്നിട്ട് എന്ത് നോക്കും, ഇൻ്റർനെറ്റ് ഗേറ്റ് വേ ഏത് റൗട്ട് ടേബിളുമായിട്ട് കണക്ട് ചെയ്തിരിക്കണ് ആ റൗട്ട് ടേബിളിൽ വരും. ഓക്കെ, റൗട്ട് ടേബിൾ വന്നു. ഈ റൗട്ട് ടേബിൾ ഏത് സബ്നെറ്റുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ആ സബ്നെറ്റിലോട്ട് റിക്വസ്റ്റ് പോകും. ഇത്രയേ ഉള്ളൂ, ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത്. പിന്നെ ഇവിടെ നാറ്റ് ഗേറ്റ് വേ ഉണ്ട്. നാറ്റ് ഗേറ്റ് വേ എന്താണെന്നും കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എന്ത് വരുന്നുണ്ട്, നമ്മളുടെ ഈ സബ്നെറ്റിലോട്ട്, ഓക്കെ, ഈ സബ്നെറ്റിലോട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ വരുന്നുണ്ട്, അതുപോലെ അങ്ങോട്ടും പോകുന്നുണ്ട്. ഓക്കെ,
യാതൊരു രീതിയിലുള്ള പ്രശ്നമില്ല. കാരണം ഇതെന്താണ്, പബ്ലിക് സബ്നെറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. അതായത് ഇൻ്റർനെറ്റ് കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോസിബിൾ ആണ്. ഏത് വഴി? ഇൻ്റർനെറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്ന ഈ ഒരു ഗേറ്റ് വേ വഴി. ഓക്കെ, പുള്ളിക്കാരനാണ് മെയിനായിട്ട് അവിടെ ഒരു റോള് വഹിക്കുന്നത്. ബട്ട് ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഈ സബ്നെറ്റിൽ എന്തുണ്ട്? എൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ട് അല്ലേ? ഇതൊരു EC2 മെഷീനാണ്. ആ EC2ൻ്റെ അകത്ത് ഒരു ഡാറ്റാബേസ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് എന്ത് വരുന്നില്ല? ഇതിന് ഔട്ടർ വേൾഡുമായിട്ട് യാതൊരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനും ഇല്ല അല്ല, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, ഒന്നുമില്ല. പക്ഷേ നമുക്ക് മേ ബി ചില ടൈമിൽ എന്ത് ചെയ്യേണ്ടി വരും? ഇതിൽ ഇങ്ങോട്ട് കണക്ഷൻ വേണ്ട, ബട്ട് അങ്ങോട്ട് കണക്ഷൻ ചെയ്യേണ്ടി വരും. ചില ടൈമിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇൻ്റർനെറ്റിലോട്ട് കണക്ഷൻ കൊടുക്കേണ്ടി വരും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു EC2 മെഷീനിൽ മേ ബി ഞാൻ എന്തടിക്കും? ആപ്റ്റ് അപ്ഡേറ്റ് അടിക്കുകയാണ്. സുഡോ ആപ്റ്റ് അപ്ഡേറ്റ് അടിച്ചു. അതല്ലാന്നുണ്ടെങ്കിൽ, അതായത് എന്തിനാണ് ആപ്റ്റ് അപ്ഡേറ്റ് അടിക്കുന്നത്? എൻ്റേതിലുള്ള പാക്കേജസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മേ ബി എനിക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? അതല്ല, എനിക്ക് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണം. ഇതിൽ ഓൾറെഡി ഡാറ്റാബേസിൻ്റെ എന്തെങ്കിലും പാച്ചസോ കാര്യങ്ങളോ, അതല്ല ഡാറ്റാബേസിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് ജസ്റ്റ് അപ് ടു ഡേറ്റ് ആക്കണം, റെപ്പോസിറ്ററി ഒക്കെ അപ് ടു ഡേറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം? ഇൻ്റർനെറ്റിൽ നിന്നും അത്തരം പാക്കേജസ്, പുതിയ പാക്കേജസ് എനിക്ക് എൻ്റെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരണം അല്ലേ? അപ്പോൾ എനിക്കിവിടെ എന്താ വേണ്ടത്? എനിക്ക് അങ്ങോട്ടുള്ള കണക്ഷൻ മാത്രം പോസിബിൾ ആക്കണം. മനസ്സിലായോ? ഇങ്ങോട്ട് കണക്ഷൻ വേണ്ട. ഇങ്ങോട്ടും അങ്ങോട്ടും കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? എൻ്റെ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ വഴി ഇതിങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ ഞാൻ അത് ചെയ്യുന്നില്ല. അത് ചെയ്താൽ ഡാറ്റാബേസ് എന്താവും? എല്ലാവർക്കും ആക്സസിബിൾ ആവും. അപ്പോൾ എനിക്കിവിടെ എന്ത് മതി? വൺ വേ കമ്മ്യൂണിക്കേഷൻ മതി, റൈറ്റ്? അതായത് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഈ സെർവറിൽ കയറിയിട്ട് ആപ്റ്റ് അപ്ഡേറ്റ് ഇപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ എന്താവത്തില്ല? ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മേ ബി ഒന്നും കിട്ടത്തില്ല. ആപ്റ്റ് അപ്ഡേറ്റ് അടിച്ചാൽ അപ്ഡേറ്റ് ആവത്തില്ല. അതല്ല, എനിക്ക് ഏതെങ്കിലും ഒരു പാക്കേജോ എന്തെങ്കിലും മൊഡ്യൂളോ എന്തെങ്കിലും എനിക്ക് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം? ഡെഫിനറ്റ്ലി ഇൻ്റർനെറ്റിൽ നിന്നും അത് അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് വൺ വേ കമ്മ്യൂണിക്കേഷൻ, അങ്ങോട്ട് മാത്രം മതി. ഓക്കെ, ആരും ഇങ്ങോട്ട് വന്ന് എൻ്റെ ഡാറ്റാബേസ് ആക്സസ് ചെയ്യേണ്ട ആവശ്യം, സെക്യൂർഡ് ആക്കണം എനിക്ക്. ബട്ട് ഇൻ്റർനെറ്റ് ഗേറ്റ് വേൻ്റെ പ്രത്യേകത എന്താണ്? ഇത് 2 വേ ആണ്. ഇത് പോസിബിൾ ആക്കുന്നത് 2 വേ കമ്മ്യൂണിക്കേഷനാണ്. അതായത് അങ്ങോട്ടും റിക്വസ്റ്റ് പോകും, ഇങ്ങോട്ടും വരും. ഓക്കെ, ഇത് നമ്മൾ ഇൻ്റർനെറ്റ് ഗേറ്റ് വേയുമായിട്ട് കണക്ട് ചെയ്യാത്തതുകൊണ്ട് ഇതിലോട്ട് അങ്ങോട്ടും ഇല്ല, ഇപ്പോൾ ഇങ്ങോട്ടും ഇല്ല. ബട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഔട്ട് ബൗണ്ട് റിക്വസ്റ്റ് നമുക്ക് ഇവിടെ പോസിബിൾ ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് യൂസ് ചെയ്യുന്നത്? നാറ്റ് ഗേറ്റ് വേ. നാറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ പോലെ തന്നെ ഒരു ഗേറ്റ് വേ ആണ്. ബട്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് വൺ വേ കമ്മ്യൂണിക്കേഷനെ പോസിബിൾ ആക്കുകയുള്ളൂ. ഓക്കെ, വൺ വേ ചാനലാണ്. അതായത് ഔട്ട് ബൗണ്ട് മാത്രം, ഔട്ട് ബൗണ്ട് കമ്മ്യൂണിക്കേഷൻ. ഔട്ട് ബൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെർവറിൽ നിന്നും പുറത്തോട്ട് പോകുന്ന കമ്മ്യൂണിക്കേഷൻ. നമ്മുടെ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ എന്താണ്? ഔട്ട് ബൗണ്ടും ആണ് ഇൻബൗണ്ടും ആണ്, അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. ബട്ട് നാറ്റ് ഗേറ്റ് വേ എന്താണ്? ഔട്ട് ബൗണ്ട് റിക്വസ്റ്റുകൾ മാത്രം പോസിബിൾ ആക്കത്തുള്ളൂ, ഇൻബൗണ്ട് പോസിബിൾ ആക്കത്തില്ല. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യണത്? എൻ്റെ ഈ റൗട്ട് ടേബിളിനെ ഞാൻ ഇവനുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇത് വഴി എന്താവും? എനിക്ക് ഇൻ്റർനെറ്റിലോട്ട് കണക്ഷൻ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നാറ്റ് ഗേറ്റ് വേ ക്രിയേറ്റ് ചെയ്യുന്നത്. ബട്ട് ഒരു കാര്യം ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഞാൻ എന്തിനാ നാറ്റ് ഗേറ്റ് വേ ഇവിടെ കൊണ്ടുപോയി ഇട്ടേക്കണതെന്ന്. അതിലും കാര്യമുണ്ട്. നാറ്റ് ഗേറ്റ് വേ ഞാൻ ഇപ്പോൾ എവിടെ ഇട്ടേക്കണത്? പബ്ലിക് സബ്നെറ്റിലാണ് അല്ലേ? നിങ്ങൾക്ക് മേ ബി ചിലവർ ചിന്തിച്ചിട്ടുണ്ടാവാം, ഞാൻ എന്തിനാണ് പബ്ലിക് സബ്നെറ്റിൽ കൊണ്ടുപോയിട്ട് നാറ്റ് ഗേറ്റ് വേ ഇട്ടിക്കണത്, അത് ഇവിടെ കൊണ്ടുപോയി ഇട്ടാൽ പോരെ എന്ന്. പബ്ലിക് സബ്നെറ്റിലാണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്? നാറ്റ് വേ കൊടുക്കേണ്ടത്. ബിക്കോസ് ആസ് ഓഫ് നോ, ഇപ്പോഴത്തെ നമ്മളുടെ കണ്ടീഷൻ പ്രകാരം ഇൻ്റർനെറ്റ് എവിടം വരെ വരുന്നുണ്ട്? ഇൻ്റർനെറ്റ് എവിടം വരെ വരുന്നുണ്ട്? ഇൻ്റർനെറ്റിൽ നിന്നും ട്രാഫിക് ഇതുവരെ വരുന്നുണ്ട്, ഈ സബ്നെറ്റ് വരെ വരുന്നുണ്ടല്ലേ ഇതുവഴി. അതുകൊണ്ടാണ് നാറ്റ് ഗേറ്റ് വേ ഞാൻ ഇൻ്റർനെറ്റ് ഉള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ടേക്കുന്നത്. മനസ്സിലായോ? ഇനി എനിക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ കൊടുത്താൽ മതി, പുള്ളിക്കാരന് ഇൻ്റർനെറ്റ് കിട്ടിക്കോളും. ഇതിലൂടെ വരുന്ന കാര്യങ്ങളൊക്കെ കിട്ടി എനിക്ക് ആക്സസിബിൾ ആയിരിക്കും.
മനസ്സിലായോ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നാറ്റ് ഗേറ്റ് വേ പബ്ലിക് സബ്നെറ്റിൽ ഇടുന്നത്. ഓക്കെ, പബ്ലിക് സബ്നെറ്റിലാണ് ഇടുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഞാൻ കണക്ട് ചെയ്യുന്നത് ആരുമായിട്ടാണ്, പ്രൈവറ്റ് സബ്നെറ്റുമായിട്ടാണ്. അപ്പോൾ പല ഇൻ്റർവ്യൂസിനും ട്രിക്കി ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പബ്ലിക് സബ്നെറ്റ് എന്താണ്, പ്രൈവറ്റ് സബ്നെറ്റ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇത്രേ ഉള്ളൂ. ഇൻ്റർനെറ്റ് കണക്ഷൻ വരുന്ന, അതല്ല നമ്മൾക്ക് ഇൻ്റർനെറ്റ് പോസിബിൾ ആവുന്ന സബ്നെറ്റിനെ നമ്മൾ എന്ത് പറയും, പബ്ലിക് സബ്നെറ്റ് എന്ന് പറയും. ഇൻ്റർനെറ്റ് കണക്ഷനും ഇൻബൗണ്ടും ഔട്ട്ബൗണ്ടും ട്രാഫിക്കും ഒന്നും ഇല്ലാത്ത സബ്നെറ്റിനെ നമ്മൾ എന്ത് ചെയ്യും, പ്രൈവറ്റ് സബ്നെറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂവേഴ്സ് എന്ത് ചെയ്യും, മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് നാറ്റ് ഗേറ്റ് വേ എന്തിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചോദിക്കും, നമ്മുടെ പ്രൈവറ്റ് സബ്നെറ്റിലോട്ട് നമുക്ക് ഒരിക്കലും ഇൻ്റർനെറ്റ് കണക്ഷൻ കൊണ്ടുവരാൻ കഴിയില്ലേ, അല്ലാന്നുണ്ടെങ്കിൽ ഔട്ട്ബൗണ്ട് പോസിബിൾ ആണോ, എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും മെക്കാനിസം അവിടെ നമുക്ക് പോസിബിൾ ആണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്ത് പറയാം, നാറ്റ് ഗേറ്റ് വേയുടെ കാര്യം പറയാം. നാറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഗേറ്റ് വേ പോലെ അല്ല, വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ പോസിബിൾ ആക്കത്തുള്ളൂ. അതായത് ഔട്ട്ബൗണ്ട് ട്രാഫിക് മാത്രമേ പോസിബിൾ ആകത്തുള്ളൂ, ഇൻബൗണ്ട് ഉണ്ടാകത്തില്ല. ബട്ട് ഇൻ്റർനെറ്റ് ഗേറ്റ് വേ എന്താണ്, ടു വേ കമ്മ്യൂണിക്കേഷനാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ കാര്യം നിങ്ങൾക്ക് പറയാം. അതുപോലെ മറ്റൊരു സംഭവം ചോദിക്കാറുണ്ട്, നമ്മൾ നാറ്റ് ഗേറ്റ് വേ എവിടെയാണ് അറ്റാച്ച് ചെയ്യാറെന്ന്. പ്രൈവറ്റ് സബ്നെറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാറ്റ് ഗേറ്റ് വേ ഉണ്ടാക്കുന്നത്. ബട്ട് നമ്മൾ പ്രൈവറ്റ് സബ്നെറ്റിലല്ല അത് അറ്റാച്ച് ചെയ്യുന്നത്, നമ്മളത് അറ്റാച്ച് ചെയ്യുന്നത് പബ്ലിക് സബ്നെറ്റിലാണ്. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. സബ്നെറ്റ് എന്താണ്, പ്രൈവറ്റ് സബ്നെറ്റ് എന്താണ്, പബ്ലിക് സബ്നെറ്റ് എന്താണ്, റൗട്ട് ടേബിൾ എന്താണ്, ഇൻ്റർനെറ്റ് ഗേറ്റ് വേ എന്താണ്, കാര്യങ്ങളൊക്കെ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് AWS നമ്മളുടെ അക്കൗണ്ടിൽ നമ്മളുടെ സ്വന്തം ഒരു VPC. ഓക്കെ, അപ്പോൾ VPC ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മളുടെ സൈഡർ റേഞ്ച് ഒക്കെ ഉണ്ട്. അതായത് ഒരു IP എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ആ ഒരു സംഭവം കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രാക്ടിക്കലിലോട്ട് കടക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ ഈ ഒരു കൺസെപ്റ്റ്, അതായത് ഇവിടെ നടക്കുന്ന ഈ ഒരു മെക്കാനിസം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കും. ഓക്കെ.